സോ നമ്മൾ കണ്ടത് എന്താണ് മെഷർമെന്റ്, അസസ്മെന്റ്, ഇവാലുവേഷൻ എന്ന നമ്മൾ എക്സാമ്പിൾ കൂടി ചേർത്ത് കണ്ടു. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് എന്താണ്? ഈ ഓരോ കാര്യങ്ങളുടെയും, അതായത് മെഷർമെന്റ്, ഇവാലുവേഷൻ, അസസ്മെന്റ് എന്നതിന്റെ എല്ലാം എന്തറിയണം? മീനിങ് എന്താണ്, ഡെഫിനിഷൻ എന്താണെന്ന് അറിയണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കാണുന്നതാണ് മെഷർമെന്റ്. ഇപ്പൊ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ തോണ്ടിക് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പല സാഹചര്യത്തിലും കേട്ട ഒരു ഫിസിയോളജിസ്റ്റ് അല്ല സൈക്കോളജിസ്റ്റിന്റെ പേരാണ് അല്ലെ. തോണ്ടിക്കിന് അക്കോർഡിംഗ് ആയിട്ട് മെഷർമെന്റിന്റെ ഡെഫിനേഷൻ എന്താണ്? എനിത്തിങ് ദാറ്റ് എക്സിസ്റ്റ് അറ്റ് ഓൾ exists in some quantity and anything that exists in some quantity is capable of being measured. അതായത് എന്തും നമുക്ക് എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്ന ഏതൊരു സാധനത്തിനും എന്താണ് ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇപ്പൊ പറയാം, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാ, ആ പാക്കറ്റ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് അത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലെ. അപ്പൊ ആ സാധനത്തിൽ നമുക്ക് പറയാം അതിൽ 10 ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പൊ അതെന്താണ് ആ 10 എന്ന് പറയുന്നത്? ആ ബിസ്ക്കറ്റ് നമ്പർ ഓഫ് ക്വാണ്ടിറ്റിയുടെ ആ കാര്യം പറയുന്നത് അല്ലെ. എത്ര ഉണ്ട് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, സോ തോണ്ടിക്കിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് എന്താ പറയുന്നത്? എനിത്തിങ് ദാറ്റ് എക്സിസ്റ്റ് അറ്റ് ഓൾ എക്സിസ്റ്റ് ഇൻ സം ക്വാണ്ടിറ്റി ആൻഡ് എനിത്തിങ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ സം ക്വാണ്ടിറ്റി. അപ്പൊ ഇങ്ങനെ ക്വാണ്ടിറ്റിയിലുള്ള സാധനത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? മെഷർ ചെയ്യാം. ഈസ് കേപ്പബിൾ ഓഫ് ബീങ് മെഷർഡ്. സോ മെഷർമെന്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ബൈ വിച്ച് ദ ആട്രിബ്യൂട്ട്സ് ഓർ ഡയമെൻഷൻസ് ഓഫ് സം ഫിസിക്കൽ ഓബ്ജക്റ്റ് ആർ ഡിറ്റർമൈൻഡ്. അതായത് ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഷർമെന്റ് എന്ന് പറയുന്നത്. അല്ലെ, ആ ഒരു ആട്രിബ്യൂട്ട്സിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മെഷർമെന്റ് എന്ന് പറയുന്നത്. വെൻ വി മെഷർ വി ജനറലി യൂസ് സം സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റ് ടു ഡിറ്റർമൈൻ ഹൗ ബിഗ്, ഹൗ ടോൾ, ഹൗ ഹെവി, അങ്ങനെ എന്താണെന്നുള്ളത് നമ്മൾ എന്താണ് കമ്പാരിറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? മെഷർ ചെയ്യുമ്പോൾ നമ്മളത് കമ്പയർ ചെയ്യും. ഓക്കെ, വെൻ മെഷറിംഗ് we are not assessing anything, we are simply collecting information relative to some established rules or standard. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അതിനെ വേറെ എന്താ പറയാ, അതിന്റെ ക്വാളിറ്റി എന്താണോ, അത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അല്ല പറയുന്നത്. ഇപ്പൊ ഞാൻ ബിസ്ക്കറ്റ് പാക്കറ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ആകെ നമ്മൾ പറയുന്നത് എന്താണ്? ആ ഒരു പാക്കറ്റില് എത്ര ബിസ്ക്കറ്റ് ഉണ്ട് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ആ ബിസ്ക്കറ്റ് നല്ലതാണോ ചീത്തതാണോ, ടേസ്റ്റ് ഉണ്ടോ, സോൾട്ടി ആണോ സ്വീറ്റ് ആണോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പൊ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റിയെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ മെഷറിംഗ് വി ആർ നോട്ട് അസസിങ് എനിത്തിങ്, we are simply collecting information relative to some established rule or standard. അതായത് ഓരോന്നെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, അതൊരു ബിസ്ക്കറ്റ് ആണ് നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇത് ഒരു റൗണ്ട് എന്നുള്ളത് ഒരു ബിസ്ക്കറ്റ് ആണ്, അല്ലെങ്കിൽ ഒറ്റ സ്ക്വയർ എന്നുള്ളത് ഒരു ബിസ്ക്കറ്റ് ആണ്. അങ്ങനെ അതെന്താണ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പാക്കറ്റിൽ എത്രയുണ്ട്? 10 ബിസ്ക്കറ്റ് ഉണ്ട്. അങ്ങനെ ഇനി ബാക്കിയുള്ള ഡെഫിനിഷൻസ് കാണാം. ജെയിംസ് എം ബ്രാഡ്ഫീൽഡ് ഡെഫിനിഷൻ ആണ്: the process of assigning symbols to the dimension of phenomenon in order to characterize the status of phenomenon are as precisely as possible. അപ്പം ജെയിംസ് ബ്രാഡ്ഫീൽഡ് പറയുന്നത് എന്താണ്? പ്രോസസ് ഓഫ് അസൈനിങ് സിംബൽസ് ടു ദ ഡയമെൻഷൻ ഓഫ് ഫിനോമിനൻ. അതായത് ഒരു ഫിനോമിനന്റെ ഡയമെൻഷൻസിന് നമ്മളൊരു സിമ്പിൾ അസൈൻ ചെയ്യാണ്. ഓക്കെ, ഇൻ ഓർഡർ ടു ക്യാരക്ടറൈസ് ദ സ്റ്റേറ്റസ് ഓഫ് ഫിനോമിനൻ. ആ ഒരു സ്റ്റേറ്റസ്, ആ ഒരു ഫിനോമിനന്റെ സ്റ്റേറ്റസിനെ നമുക്ക് എന്ത് ചെയ്യണം? ക്യാരക്ടറൈസ് ചെയ്യണം ആസ് പ്രിസൈസ്ലി ആസ് പോസിബിൾ. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ബ്രാഡ്ഫീൽഡിന്റെ എക്സാമ്പിൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവണമെങ്കിൽ, അല്ലെ പറയുന്ന വേർഡ്സ് ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എന്താ പറയാ ക്യൂബിന്റെ ബ്ലോക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, ക്യൂബിന്റെ ബ്ലോക്ക് അസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഒരു സൈഡ് നമ്മൾ എ എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഈ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫിനോമിനന്റെ ഒരു ഡയമെൻഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് എന്താണ്? അതിനെ ക്യാരക്ടറൈസ് ചെയ്യാണ് ആസ് പ്രിസൈസ്ലി ആസ് പോസിബിൾ. ഓക്കെ, അതാണ് ഒരു ഡെഫിനിഷൻ. രണ്ടാമത് ഗിൽഫോർഡിന്റെ ഡെഫിനിഷൻ നോക്കിയാൽ എന്താണ്? അസൈൻമെന്റ് ഓഫ് ന്യൂമറിക്കൽസ് ടു ഓബ്ജെക്ട്സ് ഓർ ഈവൻസ് അക്കോർഡിംഗ് ടു സർട്ടൺ റൂൾസ്. അതായത് ന്യൂമറിക്കൽസ് എന്ന് പറയുമ്പോൾ എഗെയിൻ എന്താണ് അവിടെ? നമ്പർ. അതായത് നമ്മൾ ഒബ്ജക്ട്സിനോ അല്ലെങ്കിൽ ഇവന്റ്സിനോ ഒരു നമ്പർ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഷർമെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു എക്സാമിനേഷൻ ഇട്ടു. ഈ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു ഇവന്റ് ആണ്. ഓക്കെ, ആ ഒരു എക്സാമിനേഷൻ ഇട്ടതിന് ഞാൻ പേപ്പറിൽ എന്താ പറയാ, പേപ്പർ വാല്യൂ ചെയ്തിട്ടേ അതിലൊരു ഞാൻ നമ്പർ കൊടുക്കും അല്ലെ, മാർക്ക് കൊടുക്കും. അതെന്താണ്? അത് മെഷർമെന്റ് ആണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? അസൈൻ ദ ന്യൂമറിക്കൽ. പിന്നെ അടുത്ത ഡെഫിനിഷൻ നോക്കിക്കേ, നോർമന്റെ. Measurement results are some score or numerical value and quantitative descriptions of the pupil. അപ്പൊ മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താണ്? സ്കോർ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ ആണ്. ആൻഡ് അതെന്താണ്? ക്വാണ്ടിറ്റി ആ പറയുന്നത്. ക്വാളിറ്റി ആണോ? അല്ല. ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ്
ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്, അല്ലെങ്കിൽ പ്യൂപ്പിൾ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിങ്ങിന്റെ ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടുള്ള നമ്മൾ അതിനെ കുറിച്ച് പറയുന്നതാണ് എന്ത് മെഷർമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇനി 3 എസെൻഷ്യൽ കോമ്പണൻസ് അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ നമുക്ക് 3 എസെൻഷ്യൽ സാധനങ്ങൾ വേണം. എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡെഫിനിഷൻ ഓഫ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ഓർ വേരിയബിൾ ദാറ്റ് ഇസ് ടു ബി മെഷർഡ്. അപ്പൊ നമ്മൾ എന്താണ് മെഷർ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ അറിയണ്ടേ. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ ഒരു ടെസ്റ്റ് ഇടുവാണെങ്കിൽ ഞാൻ ഇന്ന ചാപ്റ്റർ ഈ കുട്ടികൾ എത്ര പഠിച്ചിട്ടുണ്ട് എന്നാണ് ഞാനിപ്പം എന്ത് ചെയ്യാൻ പോകുന്നത്, മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്താ അവിടെ ആ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എന്താ ഏത് ഇന്ന ചാപ്റ്റർ അല്ലെ, ഇന്ന ചാപ്റ്റർ കുട്ടികൾക്ക് എത്ര അറിയാം എന്നാണ്. ഇപ്പൊ ഞാനൊരു എന്താ പറയാ ഒരു സെറ്റ് പിള്ളേരുടെ ഹൈറ്റ് മെഷർ ചെയ്യാന്ന് വെച്ചോ. അപ്പൊ ഹൈറ്റ് ആണ് ഞാൻ മെഷർ ചെയ്യുന്നത്. ആ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. സോ അതാണ് ഫസ്റ്റ് വൺ. അതെന്താണ്, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം ഏത് ക്വാണ്ടിറ്റി ആണ് അല്ലെങ്കിൽ ഏത് ആട്രിബ്യൂട്ട് ആണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. രണ്ടാമത് determining the set of operations by which the attribute or variable may be made perceivable. അതായത് ഇതെങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സ്റ്റെപ്സ് എന്താണ്, സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് എന്താണ് ഇത് മെഷർ ചെയ്യണമെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യണം. ഇപ്പം ഹൈറ്റ് മെഷർ ചെയ്യണമെങ്കിൽ ഞാൻ വിചാരിക്കും എല്ലാ കുട്ടികളും ഇവിടെ ഈ ഒരു എന്താ പറയാ മെഷർമെന്റ് സ്കെയിൽ ഞാൻ എവിടെയും ഒട്ടിച്ചു വെക്കും. അവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാനൊരു സ്കെയിൽ വെച്ച് അത് ഏത് ലെവലിലാണ് വരുന്നതെന്ന് വെച്ചിട്ട് അത് മെഷർ. അപ്പൊ അതെന്താണ്, ആ പ്രോസസ് ആണ് അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഐ ഷുഡ് ഡിറ്റർമൈൻ ദ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ്. എങ്ങനെ ഈ ആട്രിബ്യൂട്ട് മെഷർ ചെയ്യാം എന്നുള്ള സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഞാൻ ഡിഫൈൻ ചെയ്യണം. ഇപ്പൊ ഞാൻ ചാപ്റ്ററിന്റെ കാര്യം പറഞ്ഞു എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ ചാപ്റ്ററിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാ വരാ, ഞാൻ MCQs കൊടുക്കണോ അല്ലേ, അതോ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ കൊടുക്കണോ, അതോ മിക്സ് കൊടുക്കണോ എന്നൊക്കെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ തന്നെ ഡിറ്റർമൈൻ ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെയാണ് ഞാനത് മെഷർ ചെയ്യാൻ പോകുന്നത്, എന്ത് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ഞാൻ അത് യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ ഡിറ്റർമൈൻ ചെയ്യണം. ആദ്യത്തെ എന്തായിരുന്നു, ഞാൻ എന്താണ് മെഷർ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ തീരുമാനിക്കണം. ഞാൻ അത് എങ്ങനെയാണ് മെഷർ ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിക്കണം. മൂന്നാമത്തേത് എന്താണ്, എസ്റ്റാബ്ലിഷിംഗ് എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഫോർ ട്രാൻസ്ലേറ്റിംഗ് ഒബ്സർവേഷൻസ് ഇൻ ടു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഡിഗ്രി, എക്സ്റ്റെൻഡ് ഓർ എമൗണ്ട്. അതായത് ഞാനിപ്പം പ്രൊസീജിയർ കണ്ടക്ട് ചെയ്തു അല്ലേ, ഈ കണ്ടക്ട് ചെയ്ത പ്രൊസീജിയറിനെ എനിക്ക് എന്ത് ചെയ്യണം, ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇത്ര മാർക്കാണ്, ഈ ക്വസ്റ്റ്യൻ ഇത്ര മാർക്കാണ് എന്നും ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഡിഫൈൻ ചെയ്യണം. എന്നാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫൈനൽ എന്റെ ടോട്ടൽ എക്സാം ഇസ് ഔട്ട് ഓഫ് 30. അപ്പം ഇങ്ങനെ ഞാൻ മാർക്സ് ഡിവൈഡ് ചെയ്തു, എന്നാലേ എനിക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ, ഒരു ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ, ഒരു ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് എന്ത് മെഷർമെന്റിന് വേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തെ എന്താണ്, വി ഹാവ് ടു ഐഡന്റിഫൈ ആൻഡ് ഡിഫൈൻ ദ ക്വാണ്ടിറ്റി വിച്ച് ഇസ് going to be measured. രണ്ടാമത് we have to determine the set of operations which we are going to perform to perceive the attribute. മൂന്നാമത് എന്താണ്, establish a set of procedures for translating observations into a quantitative value. ഇത് മൂന്നുമാണ് നമ്മുടെ എസെൻഷ്യൽസ് ഫോർ മെഷർമെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷർമെന്റ്. ഇതിപ്പോ ആസിച്ച് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരിടത്ത് എവിടെയോ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, എക്സ്പ്ലെയിൻ ദ മീനിങ് ഡെഫിനേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷർമെന്റ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നാൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ലൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ മെഷർമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് പറയണം, നമ്പർ ആണ് അല്ലേ. So it is quantification. Quantification എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് അബൌട്ട് അസൈനിങ് എ ന്യൂമറിക്കൽ വാല്യൂ ടു എ ലേണിംഗ് ഔട്ട്കം. അതായത് നമ്മൾ പെർട്ടിക്കുലർ ഇപ്പൊ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുമ്പോൾ നമ്മൾ പെർട്ടിക്കുലർലി എഡ്യൂക്കേഷണൽ ഒരു സിനാരിയോയിൽ വന്നു. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷണൽ സിനാരിയോയിൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു ലേണിംഗ് ഔട്ട്കത്തിന് ഒരു വാല്യൂ അസൈൻ ചെയ്താൽ, ഒരു മാർക്ക് ഇട്ട് കൊടുത്താൽ അതെന്തായി, മെഷർമെന്റ് ആയി. പിന്നെ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസിങ് കൺസിസ്റ്റന്റ് റൂൾ ആൻഡ് സ്കെയിൽ. അതായത് ഈ മെഷർമെന്റ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോസസ് ആണ് അല്ലേ. അപ്പം ഇത്ര മാർക്കിലാണ് ഞാൻ ചെയ്യുന്നത്, അതായത് ഇത്രയാണ് പാസ് മാർക്ക്. അപ്പൊ ഇന്ന സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മെഷർമെന്റ് പ്രോസസ്സ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ ഹൈറ്റിന്റെ കേസിലാണെങ്കിൽ നമ്മൾ മീറ്ററിലാണ് പറയുക, അല്ലെ സെന്റിമീറ്റേഴ്സിലാണ് പറയുക. ഇതൊക്കെ എന്താണ്, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള റൂൾസ് ആണ്. നെക്സ്റ്റ് ആണ് ഒബ്ജക്ടിവിറ്റി. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മൾ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആരുടെയും എന്താ പറയാ തോട്ട്സിനെ ഒന്നും ബേസ് ചെയ്തിട്ടാവരുത്.
അത് ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അതായത് ഫ്രീ ഫ്രം ബയസ് ആയിരിക്കണം. സെയിം റിസൾട്ട്സ് ബൈ ഡിഫറെന്റ് ഇവാലുവേറ്റേഴ്സ്. ഇപ്പൊ ഞാൻ ഹൈറ്റ് മെഷർ ചെയ്താലും വേറൊരാൾ വന്ന് ഹൈറ്റ് മെഷർ ചെയ്താലും ഹൈറ്റ് മാറാൻ പാടുണ്ടോ? ഇല്ല. ഹൈറ്റ് രണ്ടുപേര് മെഷർ ചെയ്താലും ആ ഹൈറ്റ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇപ്പൊ ഞാൻ ഒരു ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്തു, ഈ ആൻസർ ഷീറ്റ് വേറൊരാൾക്ക് കൊടുത്ത് അയാൾ ഇവാലുവേറ്റ് ചെയ്താലും എന്ത് കിട്ടണം? സെയിം മാർക്സ് തന്നെ കിട്ടണം. സോ മെഷർമെന്റ് പ്രോസസ് എന്തായിരിക്കണം എന്നാണ് പറയുന്നത്? ഒബ്ജക്റ്റീവ് ആയിരിക്കണം ആസ് ഫാർ ആസ് പോസിബിൾ. ഓക്കെ, നെക്സ്റ്റ് ഇസ് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസിസ്റ്റൻസി ഇൻ മെഷർമെന്റ് ഓവർ ടൈം. അതായത് വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഇത് മെഷർ ചെയ്താൽ എന്തായിരിക്കണം? ഇതിന്റെ ഔട്ട്പുട്ട് സെയിം ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ഇന്ന് മെഷർ ചെയ്തത് നാളെ മെഷർ ചെയ്താൽ എന്താവരുത്? വ്യത്യാസപ്പെടരുത്. പിന്നെ എന്താണ്? വാലിഡിറ്റി. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷേഴ്സ് വാട്ട് ഇറ്റ് ഇന്റൻസ് ടു ആക്സസ്. അതായത് അതിന്റെ കണ്ടന്റ് എന്താണ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മെഷർമെന്റ് പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ നോം. നോം എന്ന് പറഞ്ഞാൽ എന്താണ്? റെഫറൻസ്ഡ് ആണ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ റെഫറൻസ്ഡ് ആണ്. അതായത് കമ്പയറിംഗ് സ്റ്റുഡന്റ് വേഴ്സസ് ഫിക്സ് സ്റ്റാൻഡേർഡ്. ഈ ഫിക്സ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മാർക്സ് എപ്പോഴും എങ്ങനെ പറയാം? ഔട്ട് ഓഫ് 100 എന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ക്ലാസ് ടെസ്റ്റ് ആണെങ്കിൽ ഔട്ട് ഓഫ് 30 ആണ് മാർക്സ് എന്ന് പറയും. അപ്പൊ അതെന്താണ്? അതൊരു ഫിക്സ്ഡ് സ്റ്റാൻഡേർഡ് ആണ്. അതിന്റെ ബേസിസിലാണ് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നത്? അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നതും അതിന്റെ ബേസിസിലാണ് നമ്മൾ ബാക്കി എന്ത് ചെയ്യുന്നത്? അസസ് ചെയ്യുന്നതും. ഓക്കെ, അപ്പൊ അതെന്താണ്? ഒരു നോം ഉണ്ട് അതിന് മെഷർ ചെയ്യുന്നതിന്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പ്രാക്ടിക്കബിലിറ്റി. അതായത് എന്താവണം? അഡ്മിനിസ്ട്രബിൾ ആവണം അല്ലെ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കണം. അപ്പൊ ഞാൻ 5 മണിക്കൂറിന്റെ 6 മണിക്കൂറിന്റെ ഒരു ടെസ്റ്റ് ഇടാൻ നിൽക്കുമോ? ഇല്ല. ഞാൻ എപ്പോഴും ടെസ്റ്റ് ഇടുമ്പോൾ എന്ത് ചെയ്യും? മാക്സിമം പോയ ഒരു 3 മണിക്കൂറിന്റെ ടെസ്റ്റ് ഇടും. ചെറിയ പിള്ളേരാണെങ്കിലോ 1 മണിക്കൂറിന് ടെസ്റ്റ് ഇടും. അപ്പം അതേ നമുക്ക് ഫീസിബിൾ ആയിട്ടും നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുമുള്ള ടെസ്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രാക്ടിക്കലി നടത്തുക. ഓക്കെ, മെഷർമെന്റ് എന്തായിരിക്കണം? ഫീസിബിൾ ആയിരിക്കണം. ഓക്കെ, പിന്നെ ഡയഗ്നോസ്റ്റിക് വാല്യൂ. ഡയഗ്നോസ്റ്റിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഐഡന്റിഫൈസ് സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസ്. ഈ മെഷർമെന്റ് നമ്മൾ അനലൈസ് ചെയ്യാനിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിൽ നിന്നും നമുക്ക് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം കണ്ടുപിടിക്കാൻ കഴിയണം. അങ്ങനെ ഇരുന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ അസസ്മെന്റ് കേട്ടോ. പിന്നെ അടുത്ത് വരുന്നതാണ് ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ്. അതായത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് വളരെ എന്താ പറയാ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അതായത് മുറിഞ്ഞാണോ നമ്മൾ എക്സാം എഴുതുക? അല്ല. പിന്നെ എന്താണ്? എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത് പോലെ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ എക്സാംസ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ എന്താണ്? വൺ മോർ തിങ് ഇസ് ഇറ്റ് ഇസ് ഫീഡ്ബാക്ക് ഓറിയന്റഡ്. ഫീഡ്ബാക്ക് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ഇൻസൈറ്റ്സ് ഫോർ ഇംപ്രൂവ്മെന്റ്. മെഷർമെന്റ് നമ്പർ തരുന്നതാണ്. ഓക്കെ, സോ അതെന്താണ്? അത് നമ്മൾ പിന്നെ അനലൈസ് ചെയ്യാനിരുന്നാൽ ഇറ്റ് ഷുഡ് ബി ഫീഡ്ബാക്ക് ഓറിയന്റഡ്. പിന്നെ ഈ ലാസ്റ്റിലെ 2 പോയിന്റും നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യാം? അസസ്മെന്റിലേക്ക് എഴുതാം. കാരണം അസസ്മെന്റ് ലാസ്റ്റിലെ 2 ഡയഗ്നോസ്റ്റിക് വാല്യൂവും ഫീഡ്ബാക്ക് ഓറിയന്റഡ് എന്നുള്ളത്, അത് രണ്ടും എന്താണ്? നമുക്ക് വേണമെങ്കിൽ അസസ്മെന്റിന്റെ പോയിന്റ്സ് ആയിട്ട് പറയാം. മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? വാല്യൂ അസൈൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഈ വാല്യൂസിൽ നിന്നും നമുക്ക് എന്ത് എടുക്കാൻ പറ്റണം? നമുക്ക് അസസ്മെന്റ്സും ചെയ്യാൻ പറ്റണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷർമെന്റ്. ഒന്നുകൂടെ പറഞ്ഞാൽ എന്തൊക്കെയാണ്? മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിഫിക്കേഷൻ ആണ്. പിന്നെ ഇത് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. അത് ഒബ്ജക്റ്റീവ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം. ഓക്കെ, പിന്നെ എന്താണ്? നോം ഉണ്ടാവണം അതിന്. പിന്നെ പ്രാക്ടിക്കബിലിറ്റി ഉണ്ടാവണം അല്ലെ? പ്രാക്ടിക്കാലിറ്റി ഉണ്ടാവണം. പിന്നെ അതേപോലെ ഡയഗ്നോസ്റ്റിക് വാല്യൂ ഉണ്ടാവണം. ഫീഡ്ബാക്ക് ഓറിയന്റഡ് ആയിരിക്കണം. ആൻഡ് ദെൻ ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് comprehensive. So these are the characteristics of measurement.